2012 ഓൾട്ടോ LXI വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടിപൊളി വണ്ടി, നല്ല കളറല്ലേ? ഇത് 2015 മോഡൽ ഈ ടൈപ്പ് ഓൾട്ടോ. അതിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി, ലോ കിലോമീറ്റർ, അടിപൊളി വണ്ടി. നല്ല വണ്ടിയല്ലേ? അടിപൊളി വണ്ടി. വേറെ 29,000 കിലോമീറ്റർ. എത്ര? 29,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പിന്നല്ല, നിങ്ങൾ നോക്കിയിട്ട് പറ. മോഡൽ 9 വണ്ടിയാണ്. 2009 മോഡല്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോഴ് ഇതെങ്ങനെ വില വരുന്നത്? നമ്മൾ 55 പ്രതീക്ഷിക്കുന്നത്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഓപ്ഷനാണ്. ഇത് ഏകദേശം 10 ലക്ഷം രൂപയാണ് പുതിയ വണ്ടിയുടെ വില. നമ്മൾ 6 ലക്ഷം രൂപ ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. 4 ലക്ഷം രൂപ കുറച്ച് വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അല്ലേ, 1.4 ലക്ഷം രൂപയ്ക്ക് നല്ല മാന്യമായിട്ടുള്ള പ്രൈസാണ്. i10 AC പവർ സ്റ്റിയറിംഗും ബാക്കി എല്ലാം ലെതർ സീറ്റൊക്കെ ചെയ്തിരിക്കുന്ന വണ്ടിയല്ലേ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നന്ദകുമാർ. ഞാനിപ്പോൾ ട്രസ്റ്റ് ചോയ്സിലാണ്. അതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടൻകാവാണ്. തിരുവനന്തപുരം നമ്മൾ കാട്ടാക്കട പോകുന്ന വഴിക്ക് പൊട്ടൻകാവ്. അപ്പം അവരുടെ അത്യാവശ്യം നല്ല ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു 10-70 വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. അതായത് ബഡ്ജറ്റ് കാറുകളുടെ സെഗ്മെൻറ്റ് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം. തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടൻകാവ്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ മിരാജ് ബ്രോ ഉണ്ട്. നമ്മുടെ ട്രസ്റ്റ് ചോയ്സിലാണ് ഇന്ന്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ബഡ്ജറ്റ് കാറാണ്. കുറച്ച് കൂടിയ വണ്ടികളാണ്. ഇവിടെ കംപ്ലീറ്റ് ബഡ്ജറ്റ് കാറാണ്. ഇഷ്ടംപോലെ 10-70 വണ്ടിയുള്ള കളക്ഷൻ ഇല്ലേ? ഇവിടെ ഒരു 45-50 വണ്ടിക്ക് കളക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോൺ 2011 മുതലുള്ള എല്ലാ വണ്ടിക്കും ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് 2012 ഓൾട്ടോ LXI വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7 ഓണറാണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ പുള്ളി അത്യാവശ്യമായിട്ട് കൊടുക്കാം. ഞാൻ ടച്ച് ആൻഡ് പോളിഷ്, ഫ്രണ്ട് ബമ്പർ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. നല്ല അത്യാവശ്യം മാന്യമായിട്ടുള്ള പ്രൈസിന് കൊടുക്കാൻ പറ്റും. LXI വണ്ടി ആവറേജ് ആണ്. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. ഫിനാൻസ് ഒക്കെ വേണമെങ്കിലും കിട്ടുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഫിനാൻസ് ഒക്കെ അറേഞ്ച് കൊടുക്കാൻ പറ്റും. 12 വണ്ടി. പ്രശ്നമൊന്നുമില്ല. ഈ ചെറിയ സ്ക്രാച്ച് ബമ്പറിൽ കാണുന്നുണ്ട്. ഇതൊക്കെ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളല്ല. അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. 1,49 കൊടുക്കാം. 1,49 ഫൈനൽ. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എങ്ങനെയായിരുന്നു? ഫിനാൻസ് നമുക്കൊരു 1.5 രൂപ ഫിനാൻസ് അറേഞ്ച് ചെയ്യാം. സാൻഡ്രോ 2000 മോഡൽ, നല്ല ബോഡി ഷേപ്പ്, ഫുൾ നമ്മൾ പെയിന്റ് ചെയ്ത വണ്ടിയാണ്. ആദ്യത്തെ ഇതിന്റെ പെയിന്റ് ചെറിയ ക്വാളിറ്റി കുറവാണെങ്കിൽ ഫുൾ പെയിന്റ് ചെയ്ത് നല്ല വെറൈറ്റി കളർ. അതെ, ഫുൾ നല്ല കളറാണ്. ഇത് ഇരുട്ടത്ത് കാണുന്നതുകൊണ്ടാണ് ഒരു നീല പോലെ. ഇതൊരു ഡാർക്ക് ഒരു ബ്ലൂ കളർ. ബ്ലൂ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള കളറാണ്. 2000 മോഡൽ. നല്ല നല്ല ക്വാളിറ്റി കളറാണ് ഇത്. വലിയ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. അതുകൊണ്ട് AC ഉണ്ട്. നല്ല നീറ്റ്, ഓടിക്കാനൊക്കെ നല്ല കണ്ടീഷൻ. ടയറെല്ലാം പുതിയത്, നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ്. 2000 മോഡലാകുമ്പോൾ എത്ര? നമുക്ക് ഇപ്പോൾ 2 വർഷത്തെ പേപ്പറുണ്ട്. 26 ലാസ്റ്റ് ഒരു പേപ്പർ ഉണ്ടല്ലേ. അതെ, മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഒറിജിനാലിറ്റി ഉണ്ട്. നമ്മളെ തീരെ പഴയ വണ്ടിയോ അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ആണോ? സ്റ്റിയറിംഗ് പവർ അല്ല, AC മാത്രമേ. അതെ, ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? നമ്മൾ 55 പ്രതീക്ഷിക്കുന്നത്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. കാരണം വണ്ടി നീറ്റാണല്ലേ? വണ്ടി പക്ക വണ്ടി. AC വർക്കിംഗ് ആണ്. നിങ്ങളൊരു ആർക്ക് എടുത്ത് പഠിക്കാനായാലും അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാനായാലും പറ്റിയ വണ്ടിയാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുനടക്കാൻ പറ്റും. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ? എഞ്ചിനൊക്കെ പക്ക, നോക്കിയെടുത്താൽ ഒരു കുഴപ്പമില്ല. നല്ല നീറ്റ് ബോഡി ഷേപ്പായിട്ട്. അല്ലെ, നിങ്ങൾ ഈ വണ്ടി നമ്മൾ ഈ ബോഡി ചെയ്ത പൈസ മുടക്കി മനസ്സിലായി. അപ്പോൾ എഞ്ചിനൊക്കെ നല്ല ആയിക്കൊണ്ടല്ലേ ബോഡി പണിയാണ്. അടുത്ത വണ്ടി i10 ആണ്. 2007 മാനുഫാക്ചറിങ്, 8 രജിസ്ട്രേഷൻ വണ്ടി. ഇതും സെയിം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 28 വരെ പേപ്പറുണ്ട്. 28 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഓൾമോസ്റ്റ് 4 വർഷം പേപ്പറുണ്ട്. 4 വർഷത്തിന് കൂടുതൽ പേപ്പറുണ്ട്. അതുപോലെ ഇതും AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന മോഡലാണ്. മാഗ്ന വേരിയന്റ് ആണ്. അതെ, ഓക്കെ. 2008 വണ്ടി. ഇത് വേറെ ഡെന്റ് ഒന്നും കാണുന്നില്ല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ പെയിന്റ് ഒക്കെ ചെയ്തതാണ്. റെഡ് കളർ, വെറൈറ്റി കളർ. ഈ i10 ഏറ്റവും വെറൈറ്റി കളർ, നല്ല കളറാണ് ഈ റെഡ്. റെഡ് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് ദിവസം ഇവിടെ കിടന്നുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം. കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് സീരിയസ് ഓൺ ഇരിപ്പുണ്ട്. കോഡർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതെ, റീപ്ലേസ്മെന്റ് ആക്സസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടി. AC എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. അപ്പം എത്ര കൊടുക്കും നമുക്ക് ഈ ആയിട്ട്? ഇത് നമുക്ക് 1,25,000 രൂപ കൊടുക്കും. 1,25,000 ഈ വണ്ടി 1,25,000 കൊടുക്കാം. ഓക്കെ, 2008 വണ്ടി, 28 വരെ പേപ്പറുണ്ട്. കണ്ടീഷൻ വണ്ടി, AC വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. കണ്ടീഷൻ വണ്ടി വില 1,25,000. അപ്പോൾ 1,25,000 ഞാൻ പറഞ്ഞ ഒരു 1.5 ബഡ്ജറ്റിൽ ഫാമിലി യൂസിന് പറ്റിയ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നമ്മളതിലുണ്ട്. അപ്പോൾ നമ്മളതിൽ അത്യാവശ്യം കണ്ടീഷനുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. ചാത്ത വണ്ടികളൊന്നും എടുത്തിട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. അത്യാവശ്യം കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. കണ്ടീഷൻ ഇല്ലാത്ത വണ്ടികളൊന്നും വിൽക്കാറില്ല. പിന്നെ പഴയ വണ്ടിയാണ്, എന്തെങ്കിലും മെയിൻ്റനൻസ് പിന്നെ വന്നുപോയി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ നമ്മളിപ്പം നിലവിൽ എല്ലാം പക്കയായിട്ട് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കൊടുക്കും. ഇവിടുന്ന് കൊടുക്കുമ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും.
ഓൾട്ടോ LXI വണ്ടി, AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി, നല്ല ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്, പേപ്പർ ഭാഗങ്ങൾ 27 വരെ ഉണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഓൾട്ടോ. നമ്മുടെ നോർമൽ 2007 മോഡൽ വണ്ടിയാണ്. 7 മോഡൽ. ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്, സോറി തേർഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഏകദേശം 80,000 ഓടിയിട്ടുണ്ട്. LXI ആണ്, പവർ സ്റ്റിയറിംഗ് ഉള്ളതാണ്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. അതെ, അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്, ബോഡി എല്ലാം കൊള്ളാം. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇരുട്ടായിട്ട് കാണാൻ പറ്റുന്നില്ല, എന്നാലും സ്റ്റീരിയോ ഇരിപ്പുണ്ട്, പവർ സ്റ്റിയറിംഗ് AC വരുന്നുണ്ട്. അതെ, ഓൾട്ടോയ്ക്ക് നല്ല ഡിമാൻഡാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് ഓൾട്ടോ. കാരണം പണികളൊന്നും ഇല്ലല്ലോ പൊതുവെ, വേറെ പ്രത്യേകിച്ച് പണികളൊന്നും വരാനില്ല. ഒരു അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം AC ഉണ്ട്, നല്ല മൈലേജും കിട്ടും. അതെ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഫൈനൽ 90 രൂപ കൊടുക്കും. 90 രൂപ കൊടുക്കാം. അടുത്ത വണ്ടി i10. 2007 മോഡല്, ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 27 പേപ്പറുണ്ട്, നല്ല മാഗിലെ വേരിയന്റ് ആണ്. ടയർ പുതിയതല്ലേ? നല്ല ടയർ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, നീറ്റായിട്ട് ഇരിപ്പുണ്ട്, നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി. വണ്ടി മാഗിനാണല്ലേ? മാഗിന വണ്ടി, ബാക്ക് വൈപ്പറും കൂടെ വരുന്നുണ്ട്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. അത് തന്നെ. ലെതർ പോലെ തോന്നുന്നു. അതെ, ആർട്ടിഫിഷ്യൽ ലെതറാണ്, പക്ഷേ ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെറുതെ അടിച്ചിരിക്കുന്നതല്ല. ഒറിജിനൽ ലെതർ അല്ല, പക്ഷേ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡാമേജ് കാര്യങ്ങളൊന്നും ഇപ്പോൾ പുതിയ അടിച്ചാണല്ലേ? അതെ അതെ, പുതിയതായിട്ട് സ്റ്റീരിയോ സോൺ എടുത്തിട്ടുണ്ട്, പിന്നെ 4 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. മാഗ്നയാണ് വേരിയന്റ്. ടയർ ഫ്രണ്ട് രണ്ടും പുതിയതാണ്, ബാക്ക് ഒരു 90% ഉണ്ട്. വേറെ ഡെന്റോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല, നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ പക്കാണ്, AC എല്ലാം വർക്കിംഗ് ആണ്. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഫൈനൽ 125 കൊടുക്കാം. വണ്ടി i10 വണ്ടിയാണ്, ആളുടെ പോലെ ഈ വില കിട്ടൂല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. വൃത്തിയുള്ള വണ്ടിക്ക് നോക്കിയാൽ നമ്മളെ ഇവിടെ ഇരിക്കുന്നതിൽ ഏകദേശം 90% വണ്ടികളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമായിരിക്കും. പിന്നെ തീരെ കുറവുള്ള വണ്ടികൾ ബാക്കിലോട്ടാണെങ്കിൽ നോക്കി അവിടെ കൊണ്ടിട്ട് അത് വിൽക്കാൻ പോലും നമ്മൾ കൊടുക്കാതെ അവിടെ ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ വിൽക്കാത്തതാണ് കാര്യം. അത് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കാൻ ആളുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ 2011 മോഡലാണ്, 12 രജിസ്ട്രേഷൻ വണ്ടി, ഡീസലാണ്. അതെ, വണ്ടി നീറ്റാണല്ലോ, അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, പിന്നെ ബാക്ക് വൈപ്പറൊക്കെ വരും. ZXI എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ZXI ആണല്ലേ? അതെ. വേറെ ഡെന്റോ സ്ക്രാച്ചസ് ഒന്നും ഇല്ല. അതെ അതെ, 93,000 കിലോമീറ്റർ പ്രശ്നമാണ്, അഴുക്ക് കാര്യങ്ങളൊക്കെ. അത് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. സ്റ്റീരിയോ വരുന്നില്ല, സ്റ്റീരിയോ ഉണ്ട്, അഡീഷണൽ ഉണ്ട്, ഇൻബിൽറ്റ് വരുന്നില്ല. അതെ. ഓക്കെ, ഡീസൽ വണ്ടി നല്ലൊരു 10-18 മേലെ മൈലേജ് കിട്ടും. അതെ. നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് നമുക്കൊരു 1,20,000 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ശരി. അടുത്തോണ്ട് അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ. ഇതൊക്കെ നമുക്ക് ഫിനാൻസ് കിട്ടുന്ന റേഞ്ചിലുള്ള വണ്ടികളാണ്. ഇത് വരും ബഡ്ജറ്റ് വണ്ടികൾ. ഇത് വരുമ്പോൾ 2015 മോഡല്, 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർഷിപ്പാണ്, റീപ്ലേസ്മെന്റ് ഇല്ല, നല്ല അത്യാവശ്യം കണ്ടീഷനുള്ള വണ്ടിയാണ്. ഷോറൂം സർവീസ് തന്നെയാണോ? ഷോറൂം സർവീസാണ്. ഷോറൂം സർവീസ്. അതെ അതെ. LXI വണ്ടിയാണ്. LXI വണ്ടി, AC പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ലല്ലേ? വേറെ മേജർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. അതെ. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റീരിയോ ഒറിജിനൽ വെച്ചിട്ടില്ല, ഒറിജിനലിൽ നിന്ന് വരുന്ന പോലെ ഇരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് സ്റ്റീരിയോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC വർക്കിംഗ് വേറെ പ്രശ്നങ്ങളൊന്നും ഒരു കുഴപ്പമില്ല, ഒരു ആക്സസറി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ശരി, എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് വേണ്ടി? നമ്മൾ 2015 വണ്ടി 2,20,000 പ്രതീക്ഷിക്കുന്നു. ഒരു 2,10 വന്നാൽ കൊടുക്കാം. ഒരു 30-40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വാഗണാറ് 2009 മോഡൽ, 9 വണ്ടിയാണ്. 2009 മോഡല്, AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. 29 വരെ പേപ്പർ ഉണ്ട്. 29 വരെ പുതിയ പേപ്പർ, ടയറെല്ലാം പുതിയത്, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ്, ക്വാളിറ്റി, നീറ്റ് വണ്ടി. ടയർ 4 പുതിയ ടയറാണ്. നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആയതാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? അതെ അതെ അതെ. എല്ലാം ബോഡി നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി, സ്ക്രാച്ചസ് ഇല്ല, ഡെന്റ് ഇല്ല, ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അത് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ വണ്ടികളിൽ കാണും നമ്മൾ കൊടുക്കുന്നത്. ഇന്ത്യയിലൊക്കെ നീറ്റായിട്ടുണ്ട്. ഇത് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് ഇതിൻ്റെ? ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. AC എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. അതെ അതെ അതെ. പക്ഷേ ബോഡി ആണോ നീറ്റാണ്, ഡെന്റ് ഇല്ല, സ്ക്രാച്ചസ് ഇല്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഷേപ്പും ഉണ്ടല്ലേ ബോഡി? അതെ അതെ അതെ. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് KL01 ട്രിവാൻഡ്രം വണ്ടിയാണ്. അതെ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് വേണ്ടി? നമുക്കിത് ഫൈനൽ 1,60 കൊടുക്കാം. 1,60. ഓക്കെ. എല്ലാ പേപ്പർ 5 വർഷത്തെ പുതിയ പേപ്പറും ഉണ്ട്. കാരണം വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി, പിന്നെ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. നെഗോഷ്യബിൾ ആണ്. ശരി, ഓക്കെ. അപ്പം അടുത്ത വണ്ടി ഒരു കൊമേഴ്ഷ്യൽ വണ്ടിയാണ്. അതെ അതെ, കൊമേഴ്ഷ്യൽ ടാറ്റയുടെയാണ്. 3 ലിറ്റർ വണ്ടി, ഡൈക്കോർ വണ്ടി. പക്ഷെ വണ്ടി നല്ല ലോഡ് അടിക്കാൻ പറ്റിയ, നല്ല ലോഡ് അടിക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല തടി കയറുന്ന ആ ടൈപ്പിലുള്ള വണ്ടിയാണ്. ഇത്
ഒരു കസ്റ്റമർ നോർമൽ യൂസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ലോഡൊന്നും കയറില്ല. നിങ്ങൾ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ അറിയാം, ഒരു തടിയെ ഒന്നും കയറ്റിയിട്ടില്ല. ഒരു സാധാരണ മറ്റേ ഈ പാർസൽ സർവീസിനാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അധികം ഓടിയിട്ടും ഇല്ല, നീറ്റ് കണ്ടീഷനാണ്, നല്ല കണ്ടീഷൻ ഗുഡാണ്. ഇതിന്റെ പേപ്പർ എത്ര ഉണ്ട് ബ്രോ? ഇത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 വണ്ടിയാണ്. അത്ര ഓടിയിട്ടുള്ളൂ? അത്ര ഓടിയിട്ടുള്ളൂ. അത് വണ്ടി കാണുമ്പോഴുണ്ട്. അത് അത്രയ്ക്കും അതെ, പാർസൽ സർവീസിന് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മളപ്പോഴേ കാട്ടാക്കട രജിസ്ട്രേഷൻ വരുന്നത്. അതെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്? സിംഗിൾ ഓണർ. വെറും 18,000 കിലോമീറ്റർ. പിന്നെ ലോഡിങ് വേറെ ലോഡ് അധികം ഒന്നും അടിച്ചിട്ടില്ല. വണ്ടി എടുത്ത് ഇങ്ങനെ ഉപയോഗത്തിന് എടുക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷനാണ്. ഇത് ഏകദേശം 10 ലക്ഷം രൂപയാണ് പുതിയ വണ്ടിയുടെ വില. നമ്മൾ 6 ലക്ഷം രൂപ ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. 4 ലക്ഷം രൂപ കുറച്ച്. വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്. സാൻഡ്രോ 2007 മോഡലാണ്. 7 വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എല്ലാം വരും. 4 പുതിയ ടയറുണ്ട്. നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഇത് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നതാണ്. ഇത് ഗ്രേ കളർ വണ്ടിയാണ്. ഡാർക്ക് ഗ്രേ കളർ വണ്ടിയാണ്. ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ. 2007 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഓണർഷിപ്പ് സിംഗിൾ ആകുമ്പോൾ മിക്കവാറും വണ്ടികൾ കണ്ടീഷൻ ഇതിനകത്ത് സീരിയൽ റിപ്പോർട്ട്, 2 ഡോർ പവർ, AC പവർ സ്റ്റിയറിംഗ്. AC എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ, വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഉണ്ടോ ബ്രോ? ഇത് 90 സംതിങ് ആണ്. ഒന്നടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കാണല്ലോ. വണ്ടി AC എല്ലാം വർക്കും ചെയ്യുന്നു. എല്ലാം വർക്കിംഗ് ആണ്. ഡെന്റ് സ്ക്രാച്ചസ് ഗ്യാരണ്ടി ആണ്. പേപ്പർ എല്ലാം കറണ്ട് ആണ്. 27 പേപ്പർ ഉണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 99,000 രൂപ കൊടുക്കാം. 99,000. കണ്ടീഷൻ വണ്ടിയാണല്ലേ? നല്ല വണ്ടിയാണ്. കിഡാണ്. എങ്ങനെയാ? ഇത് 2020 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. RXL വേരിയന്റ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല വണ്ടി. നല്ല കളർ അല്ലേ? പക്ഷേ വെറൈറ്റി പൊന്മാൻ നീല. വേറെ സ്ക്രാച്ചസോ ഡെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഷോറൂം സർവീസ് ആണല്ലോ ബ്രോ? ഷോറൂം സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല? ഇല്ല, റീപ്ലേസ്മെന്റ്സ് ഇല്ല. ഓക്കെ. ഇതിലൊക്കെ നീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഒറിജിനാലിറ്റിയാണ്. ഒറിജിനൽ സീറ്റ് ഫാബ്രിക്. ഓക്കെ. എയർ ബാഗ് വരും. സിംഗിൾ എയർ ബാഗ് ആണ്. സിംഗിൾ എയർ ബാഗ്, 2 ഡോർ പവർ, AC പവർ സ്റ്റിയറിംഗ്. അതെ. അഡീഷൻ ചെയ്തിട്ടുണ്ട്. 19,000 സംതിങ് കിലോമീറ്റർ. 19,800 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഓക്കെ. സ്ക്രാച്ചസോ നീറ്റ് ഒന്നുമില്ല. സ്ക്രാച്ചസോ ഡെന്റ് ഒന്നുമില്ല. നീറ്റ് ആയിട്ടുണ്ട്. നീറ്റ് വണ്ടി. ടയർ കണ്ടീഷൻ ആ തേയ്മാനം മാത്രമേ ഉള്ളൂ. 19,000. ഇത് ഫിനാൻസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എങ്ങനെ പ്രൈസ് വരുന്നത്? അപ്പോൾ നമുക്കൊരു 3,85,000 രൂപ കൊടുക്കാം. 385 ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അടുത്ത വണ്ടി ഓൾട്ടോ 2011 മോഡൽ. ഒരുപാട് ആവശ്യക്കാരുള്ള മോഡലാണ് ഈ ടൈപ്പ് ഓൾട്ടോ. അതിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി, ലോ കിലോമീറ്റർ, അടിപൊളി വണ്ടി. നല്ല വണ്ടിയല്ലേ? അടിപൊളി വണ്ടി. വേറെ 29,000 കിലോമീറ്റർ. എത്ര? 29,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. കിലോമീറ്റർ? പിന്നല്ല, നിങ്ങൾ നോക്കിയിട്ട് പറ. അതിൻ്റെ സെറ്റ് പോലും വെച്ചിട്ടില്ല. അത് ഒറിജിനാലിറ്റിയിൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നു. നീറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കിയേ. എഞ്ചിനൊക്കെ പക്ക കണ്ടീഷൻ അല്ലേ? 29,000 കിലോമീറ്റർ ഓടി. അതെ, അത്രയും നിങ്ങൾ ഈ വണ്ടി കണ്ടിട്ട് തന്നെ തോന്നല്ലേ? ഇത് ഇപ്പൊ വണ്ടി പോളിഷ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഞാൻ അല്ലാതെ അവര് പറയുന്ന പോലെ ഇത് പോളിഷ് ഒന്നും ചെയ്യാതെ ഒറിജിനലി ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പോലെ ഇരിക്കുകയല്ല. പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ഉണ്ട്. പക്ഷേ ഒറിജിനാലിറ്റി ഉണ്ട്. നല്ല ഒറിജിനാലിറ്റി ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴും. ഒന്നും ചെയ്തിട്ടുണ്ട്. പുതിയതുപോലെ ഇരിക്കുന്നുണ്ട്. അകത്തൊക്കെ നോക്കി. ഇങ്ങനത്തെ വണ്ടി കിട്ടാൻ പാടാണ്. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. 29,000 കിലോമീറ്റർ മാത്രം ഓടിയോ. മോഡൽ ഏതായിരുന്നു? 11 ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടി കിട്ടുമ്പോൾ പാടാണ്. ഇത് ഇങ്ങനെ നോക്കി നടക്കണം. ഇത് പിന്നെ നോർമലി ബാർഗെയിൻ ചെയ്ത് വില ചവിട്ടിയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ക്വാളിറ്റിയുള്ള നമുക്ക് മാന്യമായിട്ടുള്ള പ്രൈസിന് കൊടുക്കാം. എങ്ങനെ വില വരുന്നത്? ഇത് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യണം 1,75 ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. കണ്ടീഷൻ വണ്ടിയാണ്. പക്ക വണ്ടി. വിലയും കൂടുതലൊന്നുമല്ല. 2011 ചിലപ്പോൾ 1.5 കിട്ടും. അതൊക്കെ വേറെ വണ്ടികൾ ഓരോരോ ടൈപ്പിന് കിട്ടും. കിലോമീറ്റർ 29,000 കിലോമീറ്റർ. ഒന്നും ആയിട്ടില്ല. വണ്ടി ആണെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അതെ. ശരി. കാരണം അത് ഇങ്ങനത്തെ വണ്ടി കിട്ടുമ്പോൾ നമ്മൾ പൈസ നോക്കി എടുക്കുന്നത്. പൈസ നോക്കാൻ എടുക്കണം. കാരണം എടുത്തു വെച്ചാൽ ആസെറ്റാണ്. അതെ. അപ്പോൾ അടുത്ത വണ്ടി ബൊലേറോ. നല്ല അടിപൊളി ലുക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി വണ്ടി. നല്ല കളറല്ലേ? നല്ല കളർ. എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2015 മോഡൽ. 15 വണ്ടി. നല്ല വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. ZLX ആണ്. ടോപ്പ് എൻഡ് വണ്ടി. 4x4 ആണോ? 4x4 അല്ല, 2 വീൽ ഡ്രൈവ് വരുള്ളൂ. സ്റ്റിക്കർ ചുമ്മാ അടിച്ചിരിക്കുന്നു. ഓക്കെ. വണ്ടി നീറ്റായിട്ട് കാണാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
ടയറൊക്കെ നല്ല കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ടയർ എല്ലാം വണ്ടി ടയർ മാത്രമല്ല വണ്ടി ഫുള്ള് നല്ല കണ്ടീഷനാണ്. അല്ല അത്രയും ഓടിയിട്ടുള്ളൂ. അതിനെ സംബന്ധിച്ച് ഓട്ടോ നല്ലത്. അതെ അതെ, ബോഡി ഷേപ്പ് ഇന്റീരിയർ എല്ലാം വോയിസ് കമാൻഡ് ഒക്കെ വരുന്നതാണ്. വോയിസ് കമാൻഡിൽ വരുന്നതാണല്ലേ? അതെ അതെ. സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ നീറ്റ് എടുപ്പുണ്ട്. വേറെ ഒന്നും പറയാനില്ല. അതിനകത്ത് 4 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരും. എല്ലാം വരുന്നുണ്ട്. അതെ. ബൊലേറോ ZLX ആണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? 5,65,000. 565 കണ്ടീഷൻ വണ്ടിയാണല്ലേ? നല്ല കണ്ടീഷൻ വണ്ടി. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഒരു 4.5 രൂപയ്ക്ക് 4.5 ചെയ്യാം എന്തായാലും.